1987 രൂപീകൃതമായ നേമം മണ്ഡലം ഇടതിനെയും വലതിനെയും മാറി മാറി തുണച്ചിട്ടുണ്ട്. കെ കരുണാകരനെ പോലെയുള്ള അതികായകന്മാർ പ്രതിനിധീകരിച്ച മണ്ഡലമാണ്. എന്നാൽ 2011 മണ്ഡല പുനർനിർണയത്തിന് ശേഷം നേമത്തെ രാഷ്ട്രീയ ചിത്രം മാറി മറിഞ്ഞു. 2016 ഒ രാജഗോപാലിലൂടെ BJP കേരള നിയമസഭയിൽ ആദ്യമായി താമര വിരിയിച്ചു എന്ന പ്രത്യേകതയും ഈ മണ്ഡലത്തിനുണ്ട്. കേരള രാഷ്ട്രീയത്തിൽ കനത്ത പോരാട്ടത്തിന് സാക്ഷ്യം വഹിച്ചിട്ടുള്ള ഇടമാണ് നേമം. കേരളത്തിൽ ആദ്യമായി BJP അക്കൗണ്ട് തുറന്ന മണ്ഡലമെന്ന നിലയിൽ ദേശീയ തലത്തിൽ തന്നെ ശ്രദ്ധിക്കപ്പെട്ട മണ്ഡലം അതാണ് നേമം. ഇത്തവണ നേമം വീണ്ടും ഒരു ത്രികോണ മത്സരത്തിന് സാക്ഷ്യം വഹിക്കുകയാണെങ്കിലും വിജയം ഉറപ്പിച്ചിരിക്കുകയാണ് വി ശിവൻകുട്ടി. മണ്ഡലത്തിൽ നിന്ന് കിട്ടുന്ന ജനപിന്തുണയും സ്വീകാര്യതയും ശിവൻകുട്ടിയുടെ മാത്രമല്ല ഇടത് കേന്ദ്രങ്ങളുടെ ആത്മവിശ്വാസവും ഇരട്ടിപ്പിക്കുന്നു. UDF വോട്ടുകൾ BJPയിലേക്ക് ഒഴുകിയതാണ് മുൻപ് രാജഗോപാലിന്റെ വിജയത്തിലേക്ക് നയിച്ചതെന്നായിരുന്നു ആരോപണം. എന്നാൽ 2021 കെ മുരളീധരൻ ശക്തമായ മത്സരം കാഴ്ചവെച്ചതോടെ UDFന്റെ വോട്ട് ശതമാനം ഉയരുകയും ഇത് വി ശിവൻകുട്ടിയുടെ വിജയത്തിലേക്ക് നയിക്കുകയും ചെയ്തു. ആ തെരഞ്ഞെടുപ്പിൽ വി ശിവൻകുട്ടി 38.24% വോട്ട് നേടിയപ്പോൾ BJPയുടെ കുമ്മനം രാജശേഖരൻ 35.54% വോട്ടുമായി തൊട്ടു പിന്നിൽ തന്നെ ഉണ്ടായിരുന്നു. ഇത്തവണ യുവനേതാവായ ശബരിനാഥിലൂടെ കെ മുരളീധരൻ നേടിയ വോട്ടുകൾ നിലനിർത്താനും വോട്ട് ശതമാനം വർദ്ധിപ്പിക്കാനുമാണ് കോൺഗ്രസ് ലക്ഷ്യമിടുന്നത്. യൂത്ത് കോൺഗ്രസ് മുൻ സംസ്ഥാന വൈസ് പ്രസിഡന്റ് എന്ന നിലയിലുള്ള ശബരിനാഥിന്റെ സ്വാധീനം യുവ വോട്ടർമാരെ ആകർഷിക്കുമെന്നും കോൺഗ്രസിന് പ്രതീക്ഷയുണ്ടെന്നും നേതാക്കൾ പറയുന്നു. കോൺഗ്രസിന്റെ ഈ കണക്കുകൂട്ടൽ തന്നെയാണ് LDFനും നേമത്ത് പ്രതീക്ഷ നൽകുന്നത്. ശബരിനാഥൻ കോൺഗ്രസ് വോട്ടുകൾ പിടിച്ചാൽ അത് തങ്ങൾക്ക് ഗുണകരമായേക്കുമെന്നാണ് LDF കരുതുന്നത്. ചുരുക്കത്തിൽ BJPയും CPIMും ഒരുപോലെ ശ്രദ്ധ കേന്ദ്രീകരിക്കുന്ന നേമത്ത് UDFന്റെ വോട്ട് വിഹിതം വർദ്ധിപ്പിക്കുക എന്ന വലിയ വെല്ലുവിളിയാണ് ശബരിനാഥന് മുന്നിലുള്ളത്. 2025 തദ്ദേശ തെരഞ്ഞെടുപ്പിൽ നേമം മണ്ഡലത്തിൽ BJP നേടിയ 6000-ലേറെ വോട്ടുകളുടെ മേൽക്കൈയാണ് NDAയുടെ ആത്മവിശ്വാസം ഇരട്ടിപ്പിക്കുന്നത്. ഇത്തവണ നേമത്ത് ആര് ജയിക്കുമെന്ന് തീരുമാനിക്കുന്നത് പ്രധാനമായും 3 ഘടകങ്ങളാണ്. 1. സ്ഥാനാർത്ഥിയുടെ വ്യക്തിപരമായ സ്വീകാര്യത. 2. UDF പിടിക്കുന്ന വോട്ടുകളുടെ എണ്ണം. 3. ഭരണവിരുദ്ധ വികാരം അല്ലെങ്കിൽ അനുകൂല തരംഗം. ഇതിൽ 3ലും ശിവൻകുട്ടിക്ക് മേൽക്കൈ ഉറപ്പിക്കാവുന്ന സാഹചര്യമാണ് നേമത്തുള്ളത്. സ്ഥാനാർത്ഥി എന്ന നിലയിൽ വോട്ടർമാർക്കിടയിൽ വലിയ സ്വീകാര്യത ഉറപ്പാക്കി കഴിഞ്ഞു. UDF കഴിഞ്ഞ പ്രാവശ്യത്തെക്കാൾ കൂടുതൽ വോട്ട് പിടിക്കുമെന്ന് ഏതാണ്ട് ഉറപ്പായിരിക്കുന്നു. മറിച്ച് ഭരണ അനുകൂല തരംഗവും ശക്തമാണ്. തെരഞ്ഞെടുപ്പ് അവസാന ലാപ്പിലേക്ക് നീങ്ങിയതോടെ ശിവൻകുട്ടി തരംഗമായി തന്നെ നേമം മാറുകയാണ്. എന്നാൽ എതിരാളികൾ ശക്തരായതിനാൽ ഭൂരിപക്ഷം 5000-ന് താഴെ മാത്രമേ വരികയുള്ളൂ. മണ്ഡല പുനർനിർണയത്തിന് മുമ്പ് 2001, 2006 നിയമസഭാ തെരഞ്ഞെടുപ്പുകളിൽ മുതിർന്ന കോൺഗ്രസ് നേതാവ് N ശക്തൻ വിജയിച്ച മണ്ഡലമാണ് നേമം. 2001 തെരഞ്ഞെടുപ്പിൽ BJPക്ക് 16,872 വോട്ടുകൾ ലഭിച്ചു. എന്നാൽ 2006 അത് 6,705 വോട്ടായി കുറഞ്ഞു. 2011 കോൺഗ്രസിനെ പിന്തള്ളി വി ശിവൻകുട്ടി നേമത്തെ ചൂപ്പിച്ചിരുന്നു. 2011 ശിവൻകുട്ടിക്ക് 42.99% വോട്ടുകൾ ലഭിച്ചു. 37.49% വോട്ട് ലഭിച്ച ഒ രാജഗോപാൽ BJPയെ രണ്ടാമതെത്തിച്ചു. UDF സ്ഥാനാർത്ഥി ചാരുപാർ രവിക്ക് 17.38% വോട്ടുകൾ മാത്രമാണ് ലഭിച്ചത്. UDF വോട്ട് വിഹിതം 9.7% കുറഞ്ഞു. കോൺഗ്രസിന്റെ ഈ ശോഷണമാണ് BJPയുടെ വളർച്ചയ്ക്ക് കരുത്തായതെന്നും കാണാം. 1.92 ലക്ഷത്തിലധികം വോട്ടർമാരാണ് നിയമമണ്ഡലത്തിലുള്ളത്. ഇതിലേറെയും ഹിന്ദുക്കളാണ്. 30,000-ഓളം മുസ്ലിം വോട്ടുകളും അത്രത്തോളം തന്നെ നാടാർ വോട്ടുകളുമുണ്ട്. ഹിന്ദു വോട്ടിന് പുറമെ മുസ്ലിം നാടാർ വോട്ടുകളും മണ്ഡലത്തിൽ നിർണായകമാണ്. അതുകൊണ്ട് തന്നെ NDA സ്ഥാനാർത്ഥി രാജീവ് ചന്ദ്രശേഖറും UDF സ്ഥാനാർത്ഥി ശബരിനാഥും അട്ടിമറി വിജയത്തിനായാണ് പടപൊരുതുന്നത്. തെരഞ്ഞെടുപ്പ് ചിത്രം വ്യക്തമായതിനാൽ ഇക്കുറിയും കോൺഗ്രസ് 3ാം സ്ഥാനത്തേക്ക് പിന്തള്ളപ്പെട്ടേക്കും. നാടിനും നാട്ടാർക്കും ഒപ്പം നിൽക്കുന്നയാളാണ് നേമത്തുകാരുടെ സ്വന്തം ശിവൻകുട്ടി അണ്ണൻ. വിദ്യാഭ്യാസ മന്ത്രി എന്ന നിലയിൽ കുട്ടികളുടെ മനസ്സറിഞ്ഞുള്ള തീരുമാനങ്ങളിലൂടെ അവരുടെ സ്വന്തം മന്ത്രി അപ്പൂപ്പനുമായി. ശിവൻകുട്ടിക്ക് നേമത്തെ ഇക്കുറി 4ാം മത്സരമാണ്. 2 തവണ വിജയിച്ചു. 2021 കോൺഗ്രസിന്റെ സഹായത്തോടെ BJP തുറന്ന അക്കൗണ്ട് പൂട്ടിച്ചു. 2006 തിരുവനന്തപുരം ഈസ്റ്റിൽ നിന്ന് വിജയിച്ചു. 95 മുതൽ 2000 വരെയുള്ള കാലയളവിൽ തിരുവനന്തപുരത്ത് മേയറായി പ്രവർത്തിച്ചു. 1988-93 കാലയളവിൽ ഉള്ളൂർ പഞ്ചായത്ത് പ്രസിഡന്റായും പ്രവർത്തിച്ചു. SFIയിലും ഭാരവാഹിത്വം വഹിച്ചു. നിരവധി വിദ്യാർത്ഥി പ്രക്ഷോഭങ്ങളിൽ പങ്കെടുത്തു. ഒടുവിൽ ജയിൽവാസവും അനുഭവിച്ചു.